ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മേഡത്തിന്റെ ഹസ്ബൻഡും വന്ന് എന്നോട് ഈ കാര്യം ചോദിച്ചു. എനിക്ക് മേഡത്തിനോട് ഒരു വിരോധമില്ല. പിന്നെ ആ പ്രോപ്പർട്ടി ഞങ്ങളുടെയാ. ഒരു കാരണവശാലും ഞങ്ങൾ അത് വിട്ടുതരില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ചെറിയൊരു വലിച്ചിലുണ്ട്, ഒരു ചെറിയ വേദന. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. എനിക്ക് മറ്റൊരു കാര്യം കൂടി ചേച്ചിയോട് പറയാനുണ്ട്. എന്താ? എന്റെ പഠിത്തവും മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയാ. ഞാനിങ്ങനെ ഈ വേഷത്തിൽ നിൽക്കാനും കാരണം ചേച്ചിയാ. അപ്പൊ ഈ കാര്യം ചേച്ചി അറിയിക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആവില്ല. എന്താ പ്രകാശേ, നീ വളച്ചു കേട്ടാത്ത കാര്യം പറ. അത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ചേച്ചി. അവളെ ഇപ്പൊ നിർബന്ധപൂർവ്വം വീട്ടുകാര് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ആരുമില്ലാത്തവനാണ്, അനാഥനാണ്. പക്ഷെ അതൊരു കുറവായിട്ട് അവര് കാണരുത്. ചേച്ചി മുന്നിൽ നിന്ന് അത് നടത്തി തരണം. ഇതാണ് കുട്ടി. ചേച്ചിക്ക് ഇഷ്ടായോ? ആ, നല്ല കുട്ടിയാടാ. ഇവരുടെ ഫാമിലിയോട് ഞാൻ സംസാരിക്കാം. എന്റെ അനുജന് വേണ്ടി ഞാൻ പെണ്ണ് ചോദിക്കാം. താങ്ക് യു ചേച്ചി. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് തീരുമാനിക്കാം. ശരി ചേച്ചി. ഹലോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാനിത് എത്തി. ആ ചേച്ചി, ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ വരാവേ. കൊല്ലാൻ വന്നതാണോ അതോ തീർന്നു എന്നറിയാൻ വന്നതോ? രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവും വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. രക്ഷകന്റെ വേഷത്തിൽ ഞാൻ കൊണ്ടുവന്നില്ലേ, ആ സമയത്ത് എനിക്കല്പം മനസാക്ഷി ഉണ്ടായി. ഇല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതിനി ആവാലോ. എന്നെ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് അത്രമാത്രം അത്യാവശ്യമാണല്ലോ. അത് ശരി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാത്തയാണോ മേഡത്തിന്റെ പ്രശ്നം? മേഡത്തിന്റെ ഹസ്ബൻഡും വന്ന് എന്നോട് ഈ കാര്യം ചോദിച്ചു. എനിക്ക് മേഡത്തിനോട് ഒരു വിരോധമില്ല. പിന്നെ ആ പ്രോപ്പർട്ടി ഞങ്ങളുടെയാ. ഒരു കാരണവശാലും ഞങ്ങൾ അത് വിട്ടുതരില്ല. അതിനുവേണ്ടി ഇനി ഇറങ്ങി പുറപ്പെടുകയും വേണ്ട. അത് പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇയാളെന്നെ അവിടുന്ന് രക്ഷിച്ചൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനത് പരുത്തിക്കൊന്ന് നടത്തിയിരിക്കും. ആ, അപ്പൊ ഇതുപോലെ ഇനിയും മേഡം വന്ന് കിടക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഭീഷണിയാണോ? ഹേയ്, ഒരു മുന്നറിയിപ്പ്. കാരണം പറയുന്നതേ ശിവനാ. എനിക്ക് ഞാൻ തന്നെ കണ്ടെത്തിയൊരു നിർവചനമുണ്ട്. ശിവോഹം. അതെ, ഇത് ശിവോഹം, എനിക്കിത് നിയോഗം. നിങ്ങൾക്കിത് വിയോഗമാവാതിരിക്കട്ടെ.
ഒറിജിനൽ രേഖകൾ, അതായത് ഇതിന്റെ മുൻ പ്രമാണങ്ങൾ അതുമായിട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവര് വന്നാ അവരെ കളക്ടർ മേഡത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിച്ചിരിക്കും. ഇത് ശിവന്റെ വാക്കാ. എന്താടാ? അല്ല ഫോട്ടോ എന്താ ചേച്ചി ആലോചിക്കുന്നേ? ആ, ഒന്നുമില്ല. ആ പ്രോപ്പർട്ടി ഞങ്ങളുടെയാ. ഒരു കാരണവശാലും ഞങ്ങൾ അത് വിട്ടുതരില്ല. ആ പഴയുടെ തവളം എടുത്തനല്ലടാ. ആ അങ്ങനെ തന്നെ അവൻ പറഞ്ഞേ. എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചെമ്മലി, ചെമ്മലി, എടാ ചെമ്മലി. എന്താ സാറേ? മുതലാളിമാരെയൊക്കെ സാധാരണ ചെമ്പലിയെ പോയി കാണാറുള്ളത്. ഇപ്പോ അവരൊക്കെ എന്നെ തിരക്കി എത്തി തുടങ്ങിയോ? വന്ന് കണ്ട് പറയേണ്ട കാര്യമാകുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ അതുള്ളതാ. അല്ല എന്താ കാര്യം? വെട്ടോ ചതവോ അതോ വെള്ളപൂശലോ? ഏതിനും ചെമ്പല് റെഡിയാ. ഇച്ചിരി കാശിന്റെ ആവശ്യമുണ്ടേ. കൊച്ചു നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ?